ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല മാർച്ച് 28-ന് തിരുവനന്തപുരത്തെത്തും. ഗവർണറുടെ അതിഥിയായാണ് ശുഭാംശു കേരളത്തിലെത്തുക. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി ശുഭാംശു ലോക് ഭവനിൽ സംവദിക്കുകയും ചെയ്യും. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും ശുഭാംശു കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? സ്വാതി, അല്പസമയം മുമ്പ് ലോക് ഭവനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പുറത്തുവിട്ടത്. ഈ വരുന്ന 28-ാം തീയതി അഥവാ മറ്റന്നാൾ ശുഭാംശു തിരുവനന്തപുരത്ത് എത്തും. ലോക് ഭവൻ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ശുഭാംശു കേരളത്തിലും അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും എത്തിച്ചേരുന്നത്. അന്നേ ദിവസം വൈകിട്ട് 28-ാം തീയതി വൈകിട്ട് ലോക് ഭവനിൽ വെച്ച് 4 മണിക്കാണ് പരിപാടി. അന്നേ ദിവസം 500 വിദ്യാർത്ഥികളുമായി തെരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികളുമായി ശുഭാംശു ശുക്ല സംവദിക്കുമെന്നും ലോക് ഭവൻ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബഹിരാകാശത്തിൽ ഇന്ത്യ, സുശക്ത ഇന്ത്യ, വികസിത ഭാരതത്തിനായുള്ള യുവജന വീക്ഷണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമെന്നും ലോക് ഭവൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം അദ്ദേഹം എത്ര മണിക്കാണ് കേരളത്തിൽ എത്തുന്നതെന്നോ എവിടെ നിന്നാണോ എത്തുന്നതോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയും ലോക് ഭവൻ പുറത്തുവിട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് അല്പസമയത്തിനുള്ളിൽ നൽകാമെന്നാണ് ലോക് ഭവൻ അറിയിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ ഒരു പരിപാടി തന്നെയാണ്. കാരണം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി സന്ദർശിച്ച ഒരു ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹവുമായി സംവദിക്കാൻ കഴിയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ പ്രാവീണ്യം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ശുഭാംശു ശുക്ല ഈ ബഹിരാകാശ നിലയം സന്ദർശിച്ചതിന് ശേഷം കേരളത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആവേശകരമായ രീതിയിൽ ഈ പരിപാടി നടത്താൻ തന്നെയാണ് ലോക് ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 28-ാം തീയതി 4 മണിക്ക് ലോക് ഭവനിൽ വെച്ച് പരിപാടി നടക്കും. അന്നേ ദിവസം ശുഭാംശു കേരളത്തിലെത്തുകയും ചെയ്യുമെന്നാണ് ലോക് ഭവൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാതി, ശരി. എന്തായാലും ശുഭാംശു ശുക്ല കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.